അകത്തുണ്ടായിരുന്നോ? ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല. പെട്ടെന്നുണ്ടായ കോപത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഉഷയെ അത് വല്ലാതെ നൊമ്പരപ്പെടുത്തിയെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത്. അയ്യോ സാർ, ഇവളിവിടെ വന്ന് ചിലതൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ഞങ്ങൾക്കും വിഷമം തോന്നി. ഇവൾ അതൊന്നും കേട്ട് വളർന്നിട്ടുള്ളവളല്ല സാർ. അന്യ വീട്ടിൽ പോയി താമസിച്ച് ജോലി ചെയ്യുന്നത് തന്നെ അവക്കിഷ്ടമല്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഗതികേട് കൊണ്ട് അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ക്ഷമിക്കുക, കഴിഞ്ഞതൊക്കെ മറക്കുക. എനിക്കതേ പറയാനുള്ളൂ. കുഞ്ഞുങ്ങളെല്ലാം സുഖമായിരിക്കുന്നു സാർ? നോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ഉഷ പോന്നതിന് ശേഷം അവരാഹാരം കഴിച്ചിട്ടില്ല. അയ്യോ, ടീച്ചർ തിരിച്ചല്ലാതെ അവരാഹാരം കഴിക്കില്ലെന്ന് പറയുന്നു. ആകാവുന്ന വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ അവരൊരു വിധത്തിലും സമ്മതിക്കുന്നില്ല. ഉഷയ്ക്ക് തിരിച്ചു വന്നൂടെ? അച്ഛാ, ഞാൻ പോകുന്നു. എനിക്ക് പോണോ അമ്മേ? ആ, അങ്ങനെ നീ തന്നെ എല്ലാ കാര്യവും അങ്ങ് തീരുമാനിച്ചാ പോരല്ലോ. ഇനി ഉള്ള സത്യം അങ്ങ് തുറന്നു പറയാമല്ലോ സാറേ. എവിടെ വിവാഹം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. പയ്യൻ ഇവിടെ മുറച്ചെടുക്കാൻ തന്നെയാ. അവനങ്ങ് ദുബായിലാ. ഇവക്കൂടെ അവിടെ ഒരു ജോലി അന്വേഷിച്ചിട്ട് അവൻ വരും. കല്യാണം കഴിഞ്ഞ് ഇവളെയും കൊണ്ട് അങ്ങ് പോകാനാ അവന്റെ തീരുമാനം. അതിനിപ്പോ മുറച്ചെറുക്കാൻ വന്നിട്ടില്ലല്ലോ. വരും, ഒരു 6 മാസത്തിനുള്ളിൽ അവൻ വരും. വന്നോട്ടെ, അതുവരെ ട്യൂഷൻ തുടർന്നുകൂടെ? അയ്യോ, അത് വേണ്ട. പല വീട്ടിലും പോയി താമസിച്ചെന്നും പറഞ്ഞ് അവൻ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു കളഞ്ഞാലോ? അങ്ങനെ സംഭവിക്കാവുന്നതല്ലേ? സാറിന് എന്ത് തോന്നുന്നു? സംഭവിക്കാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഉഷയുടെ വിവാഹക്കാര്യം ഞാൻ ഏൽക്കും. ഏൽക്കും എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ഏൽക്കും. എന്താ വിശദീകരണം വേണോ? വേണ്ട, വാക്കാണല്ലോ. വാക്ക്. ആ, ഇനി മുറച്ചെടുക്കണ അവന്റെ അമ്മ ഇറങ്ങി പോട്ടെ. എന്റെ മോളെ ദുബായിക്ക് അയക്കാൻ എനിക്ക് മനസ്സില്ല. മോളെ വേഗം പോകാനൊരുങ്ങി. ശരി അച്ഛാ. അവിടെ ഒരു സന്തോഷം കണ്ടില്ലേ? പെട്ടെന്നുള്ള വാശി ഇങ്ങോട്ട് ഓടിപ്പോകുന്നു. സാറിനറിയോ, ഇവിടെ വന്നതിന് ശേഷം അവള് ശരിക്കും ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടുമില്ല. കുഞ്ഞുങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്നവളെ ഞാൻ വഴക്ക് പറഞ്ഞ് അയക്കാൻ പാടില്ലായിരുന്നു. സാറിനി അവളെ വഴക്ക് പറയുവോ തല്ലുവോ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞങ്ങൾ കമാന്നൊരു അക്ഷരം മിണ്ടില്ല. ഞാൻ റെഡി. എന്നാ ഇനി പുറപ്പെടാം. വരട്ടെ അച്ഛാ. സമയങ്ങൾ വേണ്ട. വരട്ടെ അമ്മേ. ശരി മോളെ. അങ്ങനെ വരട്ടെ. ആ, കയറും. ഈ ഭാഗ്യേ, രണ്ടുപേരുടെയും കൂടെ ആ പോക്ക് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഞാനിപ്പോ പറയുന്നില്ല. ഒത്തു കിട്ടിയ ഭാഗ്യം കോടീശ്വരനാ. ഉഷ വന്നിട്ടുണ്ട്. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉഷ ഇവിടെ താമസിക്കും. മര്യാദയ്ക്ക് പെരുമാറണം. പണിക്കരോടുകൂടാ.
അയ്യോ. നിങ്ങൾ എന്തിനാ ആഹാരം കഴിക്കായിരുന്നു? ഞങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു ടീച്ചർ. നേരോ? പണിക്കരമ്മാവൻ ഞങ്ങൾക്ക് വയറ് നിറച്ച് പലഹാരം മേടിച്ചു തന്നു. ആര് പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്ത്? അങ്കിള് പറഞ്ഞിട്ട്. ആഹാരം കഴിക്കാതിരിക്കാനും അങ്കിളാണോ പറഞ്ഞത്? അതെ ടീച്ചർ. ടീച്ചറെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ എന്തുമാത്രം പാടുപെട്ടെന്നറിയാം. ആർക്ക് വേണ്ടിയാ? ഈ കുട്ടികൾക്ക് വേണ്ടി. എങ്കിൽ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ കൂടെ കൂട്ടിക്കോണം. അതേത് കുട്ടി? ഈ ബാലൻകുട്ടി. ഇത് വേണ്ടായിരുന്നു. ഏത്? പിണങ്ങിപ്പോയവളെ ചേട്ടൻ നിന്നെ വീട്ടിൽ ചെന്ന് എതിരേറ്റോണ്ട് പോന്നു. ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് പോകുന്നത് എല്ലാവരും കണ്ടിരിക്കും. ആ, പകലല്ലേ കണ്ടിരിക്കും. നാണക്കേടായി പോയി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. അതിന്റെ ഗുണവും ദോഷവും ഞാൻ തന്നെ അനുഭവിക്കും. ആരും എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരു കാര്യം കൂടി, ഉഷയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റുകൊണ്ടാണ് അവളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. അവക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യവും ഇനി ഇവിടെ ഉണ്ടായിക്കൂടാ. ചുരുക്കി പറഞ്ഞാൽ? ചുരുക്കി പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. പോയിക്കോളൂ. എന്തിനാടി മാധവി ഈ ഉള്ളിയെല്ലാം പൊളിച്ചു കൂട്ടുന്നത്? ഒരു ഉള്ളിത്തീയൽ കഴിക്കാനാ. ഉഷ ടീച്ചറിന് തീയൽ വലിയ ഇഷ്ടമാ. അപ്പൊ ടീച്ചറുടെ ഇഷ്ടത്തിനായോ ഇവിടത്തെ കറികള്? ഒരു പാവം പെണ്ണാ പണിക്കരേട്ടാ. എന്തൊരു സ്നേഹമാ. പക്ഷേ ആ ഭദ്രകാളി അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ അരിഞ്ഞ് തീയല് വെക്കും. ടീച്ചർ ഹാജർ. ടീച്ചർ കുട്ടികളുടെ കോമ്പോസിഷൻ നോക്കുന്നു. ഞാനൊരു ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാം? ഇമ്പോസിഷനോ? അതെ, ഒന്ന് നോക്കി തരൂ ടീച്ചർ. 1001 പ്രാവശ്യം ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. 1001 പ്രാവശ്യമോ? എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഐ ലവ് യു. എന്നിട്ട് എവിടെ? ഇവിടെ. ഞാൻ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് അടുത്ത് നോക്ക് ടീച്ചർ. അദ്ദേഹം രാവിലെ എവിടെ പോയതാ? ക്ഷേത്രത്തിൽ. ഇന്നെന്താ പതിവില്ലാതെ? ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാ. ജന്മദിനമോ? അതെ കുഞ്ഞ്. പണ്ടൊക്കെ ഇതൊരാഘോഷമായിട്ട് നടത്തുമായിരുന്നു. ജയദേവൻ കുഞ്ഞ് പോയതിനു ശേഷം അദ്ദേഹം ഇത് ആഘോഷിച്ചിട്ടില്ല. ഇന്ന് അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോരും. എനിക്ക് മാത്രമേ ഇതറിയാവൂ. ജയദേവൻ സാർ മരിച്ചുപോയെങ്കിലും കുഞ്ഞുങ്ങൾ ഇവിടില്ലേ? അവര് മേനോൻ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളല്ലേ? നമുക്കെല്ലാവർക്കും കൂടി ഈ ജന്മദിനം ഒന്ന് ആഘോഷിച്ചാലോ? അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല. ഏതായാലും കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്കൊരു പരിപാടി പ്ലാൻ ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിർത്തിക്കളയാം. എന്താ? ഞാൻ റെഡിയാ. എങ്ങോട്ടാ ടീച്ചർ ഇത്ര തിടുക്കത്തിൽ? ഇന്ന് അമ്മാവിന്റെ ജന്മദിനോ? അതെ. അതെ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. ഞാൻ പോയി കുട്ടികളെ ഒരുക്കി നിർത്താം. എങ്കിലും എല്ലാരും അറിയേ ഒരു പാൽപ്പായസം കൂടി നമുക്ക് വെച്ചാലേ. ആനയ്ക്ക് കൊമ്പ്, കാളയ്ക്ക് കൊമ്പ്, പശുവിന് കൊമ്പ്, പട്ടിക്ക്. എല്ലാവരും കാലത്തേരുന്ന് കളിക്കുകയാണോ? ആ, ഇന്ന് നിങ്ങളുടെ മുത്തച്ഛന്റെ പിറന്നാളാണ്. മുത്തച്ഛൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? എങ്കിൽ എല്ലാവരും വേഗം കുളിച്ച് റെഡിയാവും. എടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് എന്താ? അയ്യോ എടി, തീ കത്തിക്കടി, എന്നാലേ അത് വേവുള്ളൂ. കേട്ടോ പഞ്ചാര. ആ, പഞ്ചാര ലഞ്ഞോണ്ടാ ഞാൻ ഇട്ടോളാം. നിനക്ക് അതിന്റെ കണക്കറിയാൻ പാടില്ല. എന്നോട് ഉപ്പല്ലേ? ഉപ്പോ? അല്ല.
ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എങ്കിൽ വാ വാ വാ. പണിക്കരെ, എന്തോ എന്താ മുന്നേ? മുനിസിപ്പൽ അനാഥ മന്ദിരത്തിലേക്ക് ഒരു 1000 രൂപ കൊടുത്തേക്കണം. ശരി രൂപ കമലമേട് വാങ്ങിച്ചോളൂ. ശരി അങ്ങനെ. Happy birthday to you. ആരാത്? ആ ഞങ്ങളാ. അല്ല, ഇതാര്? വരണം വരണം, ഇരിക്കെ. കാപ്പി കുടിച്ചോ? വരുന്ന വഴി കുടിച്ചു. എന്നാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുന്നൂടെ കുടിക്കാം. മാധവി, കാപ്പി എടുക്ക. പണിക്കരെ, എന്തോ ഉഷ ഒടുങ്ങി വരാൻ പറയൂ. കമലമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ ടീച്ചറുടെ അച്ഛനും അമ്മയാ. നമ്മളാരാ? എന്റെ സഹോദരിയാ. വിരുന്ന് വന്നതായിരിക്കും. അല്ല, ഞാനും മോനും ചേട്ടന്റെ കൂടെ താമസം. അതൊരു നല്ല ഏർപ്പാടല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്രയും പ്രായമായിട്ടും ഉടപ്പുറന്നവന്റെ കൂടെ താമസിക്കുന്നത് പോക്കണം കേടാ. അമ്മേ, മോളെ, നിങ്ങളെപ്പോ വന്നു? ഓ അതേ ഉള്ളൂ. ഷോ, എന്റെ മോളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി. ഒന്നും കഴിക്കുന്നില്ലയോ? ഉഷയാണ് ഇപ്പൊ അടുക്കളയുടെ മേൽനോട്ടം. അപ്പൊ പഠിപ്പീര് മതിയാക്കിയോ? രണ്ടും നടക്കുന്നു. മോള് നല്ല ഒന്നാന്തരം കറികൾ വെച്ചു തരുന്നുണ്ട്. ഷോ, ഈ തീയും പുകയൊക്കെ ഏക്കുന്നതുകൊണ്ടാ നീ ഇങ്ങനെ വാടിയിരിക്കുന്നത്. ഈ അമ്മയുടെ ഒരു വർത്താനം. ആ, നിങ്ങൾ കാപ്പുടി. മോളെ, നിനക്കിഷ്ടമുള്ള ഈന്തപ്പഴം അരിമുറുക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, എടുത്ത് കഴിക്കേ. ഇത് കുട്ടികൾക്ക് കൊടുക്കാമേ. ആ, കാപ്പിയുടിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞെന്ന് പറഞ്ഞാ ശരിക്കും അങ്ങോട്ട് കഴിഞ്ഞു. ഇവിടുത്തെ പലഹാരവും പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഈന്തപ്പഴവും അരിമുറുക്കും ഒക്കെ കഴിച്ചു. ഓ, നിന്റെ ഒരു ഈന്തപ്പഴം അരി വറുത്തതും ഒന്ന് നിർത്ത്. അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയണ്ടല്ലോ. അല്ല, അതിപ്പോ വന്ന നിലയ്ക്ക് പറഞ്ഞേക്കുന്നതല്ലേ ഭംഗി. അന്ന് വീട്ടിൽ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്ത് കാര്യം? ഷോ, എന്റെ ഭഗവതി, അതങ്ങ് മറന്നോ? ഞങ്ങൾ ദുബായിലോട്ട് ചെറുക്കനെ കത്തയച്ചു കഴിഞ്ഞു. ഉഷയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ നീ ഇക്കരയ്ക്ക് വരണ്ട, അതിന് ഞങ്ങൾ വേറെ ആളെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് എഴുതി അങ്ങ് അയച്ചു. ഓ, ഉഷയുടെ കല്യാണക്കാര്യം അത് ഞാൻ മറന്നിട്ടില്ല. നല്ല ഓർമ്മയുണ്ട്. അപ്പോ അത് നമുക്ക് എന്നത്തേക്ക് നടത്താം? എന്ന് വേണമെങ്കിലും നടത്താം, ഒരു തടസ്സവുമില്ല. ഭാഗീരഥിക്കൊരു അഭിപ്രായം. പെണ്ണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങളെ മനസ്സറിയാൻ പറ്റൂ. അതായത് ഇനി താമസിപ്പിക്കണ്ടെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, കൊച്ചു പെണ്ണല്ലേ, മനസ്സ് മാറുന്നതിന് മുൻപേ അതങ്ങ് നടത്താം. പിന്നെ സാറും ഉഷയും തമ്മിൽ പ്രായത്തിനും അല്പം വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. അത് സാരമില്ലെന്നേ, എന്തായാലും രണ്ടാം കെട്ടല്ലേ. അതുകൊണ്ട് ആരെങ്കിലും ഇടങ്കോലിടുന്നതിന് മുമ്പ് നമുക്ക് അതങ്ങ് നടത്തി കളയാം. നടന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. ആലോചിച്ചിട്ട് എന്ത് തോന്നുന്നു? ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ഏയ്, ഒരു തെറ്റുമില്ല. ഉഷയോട് ഇതേക്കുറിച്ച് സംസാരിച്ചോ? ഇല്ല, ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടല്ലേ അവളോട് സംസാരിക്കാൻ പറ്റൂ. ശരി, ഉഷയോട് സംസാരിക്കും. നേരാ, കയ്യോടെ ജോലി അങ്ങ് തീർക്കാം. നിങ്ങൾ വാ. ശരിയാ. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഈ കാര്യം എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ആ,
ഞങ്ങൾ വളർത്തി പഠിപ്പിച്ചെടുത്ത ഞങ്ങളുടെ മാടെ കല്യാണക്കാരൻ പറയാൻ എന്തിനാണ് ഈ പേടിക്കുന്നത്? എടി ഞങ്ങൾ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു, ചിലപ്പോ നാളെ തന്നെ കല്യാണം നടത്തിയെന്നും വരും. ഇല്ല, അത് നടക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. നിനക്ക് ജീവനും ഉണ്ടാവും, നിങ്ങൾ തമ്മിലുള്ള വിവാഹവും നടക്കും. നീ കോടീശ്വരന്റെ ഭാര്യയായിട്ടൂടെ കഴിയുകയും ചെയ്യും. അത് കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. എടി, നീ 7 ജന്മം തപസ് ചെയ്താലും ഇതുപോലെ പണക്കാരനായ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടുകൂടി. വയസ്സ് പോകാൻ പറ. വയസ്സ് കുന്തം. എടി, പൊന്നിനും പണത്തിനും വയസ്സുണ്ടോടി പൊട്ടി. വെറുതെ വർത്താനം പറഞ്ഞ് സമയം കളഞ്ഞ എന്തിനടി? ഞങ്ങൾ തീരുമാനിച്ച കല്യാണമാണെങ്കിൽ അത് നടന്നിരിക്കും. നീ വാടി. ഉഷയ്ക്ക് താല്പര്യക്കുറവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് കാര്യമൊന്നുമില്ല. പെണ്ണായിട്ട് ജനിച്ചവളാണെങ്കിൽ തന്റെയും തള്ളേ ഏത് കല്യാണാലോചന കൊണ്ടുവന്നാലും ആദ്യം വേണ്ടെന്നേ പറയൂ. പിടിച്ച പിടിയാലെ നമുക്കിതങ്ങ് നടത്തണം സാറേ. ആന്റി എന്തിനാ കരയുന്നേ? എന്തുണ്ട് ആന്റി? നമുക്ക് അങ്കിളിനോട് പോയി പറയാം. വാ. കരയുന്നോ? കരയും? ഞങ്ങൾക്ക് അറിയില്ല അങ്കിൾ. നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചിട്ട് പറയുന്നില്ല അങ്കിൾ. ഓഹോ, നിങ്ങൾ അവിടെ ഇരിക്കെ, അങ്കിള് ചോദിച്ചിട്ട് വരാം. ഏതായാലും ഇന്ന് ഇത്രയും നേരമായില്ലേ, നാളെ രാവിലെ നമുക്ക് തീരുമാനിക്കാം. രാവിലെ രജിസ്റ്റർ ചെയ്ത് പോയി കല്യാണം നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അങ്ങനെ ആട്ടെ. നീ ഇനി പെണ്ണെ കണ്ട് ഇളക്കിയിട്ട് വർത്താനൊന്നും പറയാൻ പോകണ്ട. നേരാ, രാത്രി ആലോചിക്കുമ്പോ ചിലപ്പോ മനസ്സ് മാറിയെന്ന് വരും. മാറാതെ എവിടെ പോകാനാ? നീ വാ. കൊള്ളാം. ഈ വണ്ടി എവിടം വരെ പോകുന്ന കാണട്ടെ. പക്ഷേ എന്താ ഇത്? കരയാതെ കാര്യം പറയൂ. എന്തുണ്ടായി? എന്റെ കല്യാണം നടത്താൻ പോകുന്നു. കല്യാണോ? ആര്? അച്ഛനും അമ്മയും വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാ. എന്നെ കല്യാണം കഴിച്ചോളാമെന്ന് ബാലേട്ടന്റെ അമ്മാവൻ അവർക്ക് വാക്ക് കൊടുത്തു. അമ്മാവനാ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മ അത് പറയുമോ? ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ ബാലൻ? ആ ടീച്ചർ മുറി കിടന്ന് കരയുന്നു. എന്നാര് പറഞ്ഞു? കുട്ടികൾ. കാര്യം അന്വേഷിച്ചോ? കല്യാണത്തിന് ഉഷയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ കരയുന്നത്. അത് സാരമില്ല. സ്ത്രീകൾ കല്യാണത്തിന് മുമ്പ് കരയുന്നത് കല്യാണം കഴിഞ്ഞ് ചിരിക്കാൻ വേണ്ടിയാ. അമ്മാവൻ ഇപ്പൊ ഈ വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ? അത് ഞാനാ തീരുമാനിക്കേണ്ടത്. അല്ല, വയസ്സോറെ ആയില്ലേ അമ്മാവന്? എന്ന് എനിക്ക് തോന്നണ്ടേ? നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ അവളുടെ അച്ഛനും അമ്മയ്ക്കും തോന്നണ്ടേ? അവർക്ക് സമ്മതം, എനിക്കും സമ്മതം. കല്യാണം നാളെ നടത്തും. അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാതെ കന്നുകാലികളെ പിടിച്ചു കൊടുക്കുന്ന പോലെ ഇത് നടത്താൻ ഒരുങ്ങുന്ന ന്യായമാണ് അമ്മാവ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയാമോ? അത് എനിക്കെങ്ങനെ അറിയാം? എന്നാ നീ നിന്റെ പാട് നോക്ക്. വേറെ വല്ലതും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായി പറയൂ. വേറെ ഒന്നും പറയാനില്ലല്ലോ. രാവിലെ 10:30ക്കും 12നും ഇടയ്ക്കാണ് കല്യാണം. രാഹുകാലത്തൊന്ന് കെട്ടി നോക്കട്ടെ, എന്ത് വരുമെന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. പിന്നെ നീ ഇവിടെ കാണണം. എടാ അനന്തരവനെ, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അമ്മാവനറിയാം.
മുറി കിടന്ന് ഉറങ്ങിയായിരുന്നല്ലോ. ആന്റി ഉറങ്ങാൻ കിടന്നല്ലേ? നിങ്ങൾ എന്തിനു ഇവിടെ വന്നു? ആന്റി എന്തിനാ ഇവിടെ വന്നു? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഞങ്ങൾ വിട്ടിട്ട് വേണ്ട പോകാൻ. എന്നെ ശല്യപ്പെടുത്താൻ പോകുന്നുണ്ടോ? ഞങ്ങൾ പോവില്ല. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ഞങ്ങളും കൂടെ വരും. നിങ്ങൾ മടങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ പോവില്ല. തീർച്ചയാണോ? തീർച്ച. ഞങ്ങളുടെ മേത്ത് ചവിട്ടിയിട്ട് വേണേ. ആന്റി പോയിക്കോ. ആര് പറഞ്ഞു നിങ്ങളോട് ഇവിടെ വരാൻ? ഞാൻ പറഞ്ഞേട്ടാ. എല്ലാരും എനിക്ക് ഉഷ എവിടെ പോകുന്നു? ഇനി കരച്ചിലല്ല, ധൈര്യമാണ് ആവശ്യം. ഉഷ വിളിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. നോക്കൂ, ഞാൻ വിളിക്കുന്നിടത്തേക്ക് എന്റെ കൂടെ വരാമോ? ഒന്ന് വിളിച്ചു നോക്കൂ. എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് പോകുന്നു. വിളിച്ചല്ല, നാളെ നിന്റെ കഴുത്തിൽ താലി കെട്ടാനിരിക്കുന്ന അമ്മാവന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട്. എന്താ പേടിയുണ്ടോ? ബാലേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? എങ്കിൽ വരൂ. ഈ പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ എങ്ങനെ കഴിയും? ഞാൻ ജോലി ചെയ്തവരെ സംരക്ഷിക്കാം അമ്മാവ. പ്രസവിക്കാതെ തന്നെ ഈ കുട്ടികളുടെ അമ്മയായി തീരുന്നതിൽ ഉഷയ്ക്ക് ബുദ്ധിമുട്ടില്ലേ? ഇവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഇവരുടെ അമ്മയായി കഴിഞ്ഞു. അപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. ഞാൻ വിട്ടില്ലെങ്കിലോ? നിങ്ങൾ ഇത്ര വിഡ്ഢികളായി പോയല്ലോ മോളെ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാത്രമേ എന്നും നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ പണക്കാരനാണെന്ന് കണ്ടപ്പോ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കിറുക്ക് തോന്നി. നിങ്ങൾ ഒരിക്കൽ എന്നെ ഒന്ന് വിഡ്ഢിയാക്കി അതിന് പകരം വീട്ടാൻ ഒരു അവസരം കിട്ടിയപ്പോ ഞാനും അത് കളഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് പണ്ടേ എനിക്ക് മനസ്സിലായി. പക്ഷേ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഇവൻ കാണിച്ചില്ലേ? ഈ കുഞ്ഞുങ്ങളെ വിചാരിച്ച അമ്മവ ഞാനിത് പറയാതിരുന്ന. ജയത്തിനുണ്ടായ അനുഭവം വീണ്ടും ഈ വീട്ടിൽ ആവർത്തിക്കരുതെന്ന് കരുതി. ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല മോനെ. സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഉഷ എന്നെ പഠിപ്പിച്ചു. സമതമ്മേ, ഇനി നമുക്കിതങ്ങ് ഉറപ്പിച്ചുകൂടെ? അത് നമ്മൾ പകലേ തീരുമാനിച്ചല്ലേ ഏട്ടാ? അയ്യപ്പൻ നായരെ, എന്റെ എല്ലാ സ്വത്തുക്കളുടെ അവകാശികൾ ബാലനും എന്റെ ഈ കൊച്ചുമക്കളുമാണ്. ഉഷയെ ബാലന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ അയ്യോ, ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാന്നേ. നീ സമ്മതിച്ചില്ലെങ്കിലും ഇതിനെതിരായിട്ട് ദൈവത്തിന്റെ കോടതിയിൽ അപ്പീൽ പോയാലും തള്ളിപ്പോയേ ഉള്ളൂ. ഇവരിപ്പൊ തന്നെ 4 കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയല്ലേ?